സ്ത്രീ തൊഴിലാളികളെ അപമാനിച്ചൊരു ഗവൺമെൻറ്റാണ് കടന്നുപോയത്. കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടും അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് സമരം അവസാനിപ്പിച്ചു പോയ ആളുകളാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമരപ്പന്തലിൽ കൊണ്ടുവിട്ടിട്ട് പൈസ പോലും വാങ്ങാതെ പോയ സന്ദർഭങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലാളികൾ ഈ സമരത്തോടൊപ്പം ചേർന്നു വന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ 21,000 എന്ന ലക്ഷ്യത്തിലേക്ക് 266 ദിവസത്തെ സമരം. ഈ സമരത്തെ തീവ്രവാദികളുടെ സമരം എന്നുവരെ കഴിഞ്ഞ സർക്കാർ വിളിച്ചു. ഇപ്പോൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശമാർക്കുള്ള ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മിനിച്ചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 21,000 പറഞ്ഞത് 3000 തൽക്കാലമാക്കി. എന്ത് തോന്നുന്നു? ഇത് തീവ്രവാദികളുടെ സമരമല്ല, ഇത് ജനാധിപത്യ പ്രവർത്തകരുടെ സമരമാണെന്ന് തെളിയിച്ചൊരു സന്ദർഭമാണ് ഇന്നിപ്പോൾ ഈ ക്യാബിനറ്റിൽ വരുത്തിയിരിക്കുന്ന വർധനവ് കാണിക്കുന്നത്. ഞങ്ങളതിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഡിമാൻഡ് 21,000 എന്നാണ്. ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നിപ്പോൾ ഒരു 3000 രൂപ വർദ്ധിപ്പിക്കുന്നു, ഘട്ടം ഘട്ടമായി സാമ്പത്തികം മെച്ചപ്പെടുന്നതിനനുസരിച്ച് അത് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. ഞങ്ങളതിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം ഞങ്ങൾ 7000 രൂപ ഓണറേറിയമായിട്ട് അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലേക്ക് വരുമ്പോൾ ഇത് കേന്ദ്രമാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ. അത് കേന്ദ്രമല്ല സംസ്ഥാനമാണെന്ന് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടും കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടും അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും പരിഹസിച്ചും സ്ത്രീ തൊഴിലാളികളെ അപമാനിച്ചൊരു ഗവൺമെൻറ്റാണ് കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ അവർക്കത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ അവർക്ക് സമ്മതിക്കേണ്ടി വരികയും 2000 രൂപ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. എന്തായാലും ആദ്യ ക്യാബിനറ്റിൽ പുതിയൊരു ഗവൺമെൻറ് വന്നാൽ UDF ഗവൺമെൻറ് വന്നാൽ ആദ്യ ക്യാബിനറ്റ് നൽകുമെന്ന് സമരപ്പന്തലിൽ നടത്തിയ UDFൻ്റെ ആ പ്രഖ്യാപനം വാഗ്ദാനം ഇന്ന് അത് നടപ്പിലാക്കാൻ ഒരു തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയെന്ന നിലയിൽ 3000 രൂപയുടെ വർധന വന്നിരിക്കുന്നു. ഞങ്ങളതിനെ വളരെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പരിഗണിച്ചതിനെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും 21,000 രൂപ എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് നടന്നെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഇന്നത്തെ ഈ വർധനവ് കാണിക്കുന്നത്. ഈ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറഞ്ഞു, പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചു. കാരണം UDF കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് നിരന്തരം ആളുകൾ വിളിക്കുകയും എന്ന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഴുവൻ ചർച്ച ചെയ്തത് ആശാസമരം, ഈ സ്ത്രീ തൊഴിലാളികൾ എങ്ങനെ കൈകാര്യം ചെയ്തതിനുള്ളൊരു വിഷയമൊക്കെ ആളുകൾ ചർച്ച ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണം മാറുമ്പോൾ അത് ആശമാർ നടത്തിയൊരു സമരത്തിൻ്റെ വിജയമാണെന്ന് പറയേണ്ടായി. ഇത് കേവലം ആശമാർ മാത്രം നടത്തിയൊരു സമരമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ കയ്യിൽ വെള്ളയിൽ വെച്ച് കരുതലോടെ കാത്തു പുലർത്തിയതാണ്. അതുകൊണ്ടാണ് വലിയ പെരുമഴയത്തും വെയിലത്തും കാറ്റത്തും ഒക്കെ ഞങ്ങൾക്ക് ഈ തെരുവിൽ വളരെ ധൈര്യപൂർവ്വം സ്ത്രീകൾക്ക് കഴിയാൻ പറ്റിയത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് സമരം അവസാനിപ്പിച്ചു പോയ ആളുകളാണ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് ജനങ്ങൾ ചെയ്തതെന്ന്, നാട്ടുകാർ ചെയ്തതെന്ന സൗകര്യത്തിലാണ്, വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് അവരോടെല്ലാമുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 21,000 എന്ന ലക്ഷ്യത്തിലേക്ക് ഏതാനും നാളുകൾക്കുള്ളിൽ നടന്നെടുക്കും. ഈ ഒരു തൊഴിലാളി സർക്കാരായിരുന്നു വലിയൊരു സമരത്തെ തീവ്രവാദികളുടെ സമരം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. അവരൊരു ഇടതുപക്ഷം എന്ന് പറയുന്നു, തൊഴിലാളികളുടെ പക്ഷം എന്ന് പറയുന്നു, സ്ത്രീപക്ഷം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് മുഴുവൻ ജനാധിപത്യ വിരുദ്ധമായ, സാമൂഹ്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമല്ല, ഞങ്ങൾക്ക് അവരോടൊരു സഹതാപമാണ് ഉണ്ടായിരുന്നത്. 21,000 വരെ സമരത്തിൽ ഇടപെടൽ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ടാവും. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സമരമൊന്നും വേണ്ടി വരില്ല, അല്ലാതെ തന്നെ ഗവൺമെൻറ്റിന് അതും ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലായി. ഒരു ദിവസം 700 രൂപ എന്ന് പറയുന്നത് ജീവിക്കുവാനുള്ള മിനിമം വേതനമാണ്. ഒരു വ്യക്തിക്ക് ജീവിക്കുവാനുള്ള മിനിമം വേതനം അത് നൽകാൻ ഏതൊരു ഗവൺമെൻറ്റും ബാധ്യസ്ഥമാണ്. പക്ഷേ നിലവിലുണ്ടായിരുന്നൊരു വർധനവ് ഈ ഗവൺമെൻറ് ഇപ്പോൾ ആദ്യ ദിവസം തന്നെ വരുത്തിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്നു. അത് ഞങ്ങൾക്ക് മാത്രമല്ല, അംഗൻവാടിക്കാരും പാചക തൊഴിലാളികളും പിന്നെ പ്രീ പ്രൈമറി ആയമാർക്കും അടക്കം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളത് ഏറ്റവും സാധാരണക്കാരായ ആളുകളെ സ്പർശിക്കുവാൻ ഈ ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി കൂടി ഞങ്ങൾ കാണുന്നു. 266 ദിവസത്തെ സമരത്തിനിടയിൽ എപ്പോഴെങ്കിലും മടങ്ങിപ്പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. വിജയം കണ്ടു മാത്രമേ അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് തിരിച്ചു പോകൂ എന്നുള്ള ഞങ്ങളുടെ ആ ഒരു പ്രഖ്യാപനം അതൊരു മുദ്രാവാക്യം പോലെ ഞങ്ങളത് സ്വീകരിക്കുകയും കൃത്യമായി, കാരണം ഇനി ഒരു സമരത്തിനും ഈ രീതിയിൽ ഇങ്ങനെ അപമാനിക്കപ്പെടരുത്, ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ അതിനെ ഒഴിവാക്കപ്പെടരുത് എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര മാസം പിന്നിട്ടാലും എത്ര കഷ്ടപ്പെട്ടാലും ഒരാളെങ്കിലും അവശേഷിക്കുമെങ്കിലും വിജയം നേടിക്കൊണ്ടേ പോകാമെന്നുള്ളൊരു ദൃഢനിശ്ചയം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ എടുത്തിരുന്നു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ എടുത്തിരുന്നു. അത് ആണ്ടാണ് 266 ദിവസം പോയത്. മുഖ്യമന്ത്രി 1000 രൂപ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ
സമരം അവസാനിപ്പിച്ചത്. ഈ സമരക്കാരിൽ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ സമരത്തിലുള്ള ആളുകൾ നമുക്ക് പോകാം, ഇത് ഇവർ നമ്മളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഞങ്ങളുടെ അനുഭവം അതല്ല. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, അതുവരെ പോയിട്ടില്ലാത്ത PHSകളിൽ നിന്നും ജില്ലകളിൽ നിന്നും ആശമാരെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ട്, ഒരിക്കൽ പോലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആശമാർ അവരവിടെ നിന്ന് വണ്ടി കയറി ട്രെയിനിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഞങ്ങളെ സമരപ്പന്തലിൽ കൊണ്ടുവിടണമെന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമരപ്പന്തലിൽ കൊണ്ടുവിട്ടിട്ട് പൈസ പോലും വാങ്ങാതെ പോയ സന്ദർഭങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലാളികൾ ഈ സമരത്തോടൊപ്പം ചേർന്ന് നിന്നു. അത്രമേലൊരു പങ്കാളിത്തം ഞങ്ങൾക്ക് 266 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടത്തിയ സമരയാത്രയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സന്നദ്ധ സംഘടനകളും, സാമുദായിക സംഘടനകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ട്രാൻസ്ജെൻഡർ വിഭാഗം അടക്കമുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികളടക്കം ആ സമരയാത്രയെ സ്വീകരിച്ച് ആനയിച്ച് തലസ്ഥാനത്ത് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സമരയാത്രയാണ് നടന്നത്.